2019 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് കോഡ് 8. കുറെ മനുഷ്യർക്ക് പെട്ടെന്നൊരു ദിവസം അമാനുഷിക ശക്തികൾ കിട്ടുന്നതും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയുടെ തുടക്കത്തിൽ കുറെ ന്യൂസ് റിപ്പോർട്ട്സ് കാണിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജനിക്കുന്ന 4% കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. ഗവൺമെന്റ് അവരെ മ്യൂട്ടൻസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യം മ്യൂട്ടൻസിന് ഒരുപാട് ജോലികളൊക്കെ കിട്ടാൻ തുടങ്ങി. കാരണം അവരുടെ സൂപ്പർ പവേഴ്സ് വെച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മ്യൂട്ടൻസിനെ സൂപ്പർ ഹീറോസിനെ പോലെയാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ കാലക്രമേണ ടെക്നോളജികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയപ്പോൾ മ്യൂട്ടൻസിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ മ്യൂട്ടൻസിനെ ആർക്കും വേണ്ടാതെയായി. ക്രിമിനൽസിനെ പോലെയാണ് പിന്നെ മനുഷ്യരെ മ്യൂട്ടൻസിനെ പരിഗണിച്ചിരുന്നത്. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മ്യൂട്ടൻസ് എല്ലാം ദരിദ്രരായി മാറി. പോലീസുകാരൊക്കെ അവരെ കൊന്നാലും ആരും ചോദിക്കാൻ വരില്ല എന്ന നിലയിലായി കാര്യങ്ങൾ. ഒടുവിൽ ഒരു കൂട്ടം പേര് സൈക്ക് എന്നൊരു ബിസിനസ് തുടങ്ങി. മ്യൂട്ടൻസിന്റെ ശരീരത്തിൽ നിന്നെടുക്കുന്ന ദ്രാവകം കൊണ്ട് നിർമ്മിക്കുന്ന ഒരുതരം ഡ്രഗ് ആണ് സൈക്ക്. അത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു ഡ്രഗ് ആണ്. ഒരുപാട് മനുഷ്യർ അത് ഉപയോഗിച്ച് മരിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസുകാര് ഗാർഡിയൻസ് എന്ന പേരിൽ ഒരു പുതിയ തരം റോബോട്ട്സിനെ നിർമ്മിച്ച് അവയുടെ സഹായത്തോടെ ഡ്രഗ്സിന് പിന്നിലുള്ളവരെ വേട്ടയാടാൻ തുടങ്ങി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. കഥയിലെ മെയിൻ ക്യാരക്ടറായ കോണറും ഒരു മ്യൂട്ടന്റ് ആണ്. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ് അവന്റെ സൂപ്പർ പവർ. അതുപയോഗിച്ച് ചെറിയ കൺസ്ട്രക്ഷൻ ജോലികളൊക്കെ ചെയ്താണ് അവൻ ജീവിക്കുന്നത്. ഒരു ദിവസം അവന്റെ ജോലി സ്ഥലത്ത് കുറെ പോലീസുകാർ വന്നു. ഇവിടെ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കുന്നു എന്ന പരാതി കിട്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. സംഭവം, ഇപ്പോൾ മ്യൂട്ടൻസിന് അവരുടെ ശക്തികൾ ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെന്റിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം. പക്ഷെ ഒരുപാട് കാശ് ചെലവാക്കിയാലേ ആ പെർമിഷൻ കിട്ടൂ. അതുകൊണ്ട് ഇപ്പോൾ രഹസ്യമായിട്ടാണ് എല്ലാവരും ശക്തികളൊക്കെ ഉപയോഗിക്കുന്നത്. പോലീസ് വന്നിട്ട് മ്യൂട്ടൻസ് എല്ലാം ഈ ജോലി കളഞ്ഞിട്ട് സ്ഥലം വിടാൻ പറഞ്ഞു. പോലീസിന്റെ ഡ്രോൺസും മുകളിലുണ്ട്. ഡ്രോൺസ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരാൾക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും അയാൾ തീ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഉടനെ ഡ്രോൺസിൽ നിന്ന് 2 ഗാർഡിയൻസ് താഴെ വന്ന് അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഈ സമയം ഒരു കൂട്ടം പോലീസുകാര് വേറൊരു മ്യൂട്ടന്റിന്റെ അപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുകയായിരുന്നു. ഒരു ഗാർഡിയൻ വാതിലും തകർത്ത് അകത്ത് കയറിയതും വൃദ്ധനായ ഒരു മ്യൂട്ടന്റ് വലിയൊരു ഡിസ്ക് എടുത്തെറിഞ്ഞ് ഗാർഡിയനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അയാള് ജനാല വഴി ചാടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ഓഫീസർ പാർക്ക് വന്ന് അയാളെ ഗൺ പോയിന്റിൽ നിർത്തി പിടികൂടി. ശേഷം അയാളുടെ അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു മുറിയിൽ നിറയെ മ്യൂട്ടൻസിനെ കണ്ടു. അവരുടെ ശരീരത്തിൽ നിന്നും ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈക്കിന്റെ ഒരുപാട് പാക്കറ്റുകളും ഇരിപ്പുണ്ട്. വൃദ്ധന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാർക്കസ് എന്നൊരു വലിയ ഗുണ്ടാ തലവനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ശേഷം അന്ന് വൈകുന്നേരം കോണർ അവന്റെ അമ്മ മേരി ജോലി ചെയ്യുന്ന സ്റ്റോറിൽ പോയി. മേരിയും ഒരു മ്യൂട്ടന്റ് ആണ്. താപനില കൺട്രോൾ ചെയ്യുന്നതാണ് പുള്ളിക്കാരിയുടെ സൂപ്പർ പവർ. പക്ഷെ ഇപ്പോൾ മേരിക്ക് ബ്രെയിൻ ട്യൂമർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ സൂപ്പർ പവറിന്റെ കൺട്രോൾ കൈവിട്ട് പോകാറുണ്ട്. അങ്ങനെ അബദ്ധത്തിൽ അവൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചതുകൊണ്ട് മാനേജർ വന്ന് അവളെ ഒരുപാട് വഴക്ക് പറയുന്നതിനിടയിലാണ് കോണർ വന്നത്. ദേഷ്യം വന്നിട്ട് കോണർ അവന്റെ പവർ ഉപയോഗിക്കാൻ നിന്നതും പെട്ടെന്ന് മേരി അവനെ തടഞ്ഞു. ശേഷം വീട്ടിലെത്തിയപ്പോൾ അമ്മ മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകുമെന്ന് കോണർ പറഞ്ഞു. പക്ഷേ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് കാശ് വേണം. അതുകൊണ്ടാണ് മേരി ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഒരു ബസ് സ്റ്റോപ്പിൽ കോണർ അവന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാരറ്റ് എന്നൊരുത്തൻ വാനും കൊണ്ട് വരുന്നത് കണ്ടു. അവൻ മാർക്കസിന്റെ ഗ്യാങ്ങിലെ ഒരുത്തനാണ്. എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതുപോലെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടൻസിനെ വിളിക്കാൻ വരാറുണ്ട്. കോണറിനെ കണ്ടപ്പോൾ നമുക്ക് ഇലക്ട്രിക് പവർ ഉള്ള ഒരുത്തനെ ആവശ്യമാണ്, നീ വരുന്നോ എന്ന് ഗാരറ്റ് ചോദിച്ചു. സാധാരണ കോണർ ഒരിക്കലും ഇവന്റെ കൂടെ പോവാത്തതാണ്. എന്നാൽ ഇപ്പോൾ മേരിയുടെ ആവശ്യത്തിന് വേണ്ടി അവൻ ഒരുപാട് കാശ് വേണം. അതുകൊണ്ട് അവനും ഗാരറ്റിന്റെ കൂടെ പോയി. അന്ന് രാത്രി ഗാരറ്റും കോണറും പിന്നെ കോണറിന്റെ കൂട്ടാളികളായ മാഡിയും എഡ്മണ്ടും കൂടെ ഒരു കെമിക്കൽ പ്ലാന്റിൽ പോയി. കെമിക്കൽ പ്ലാന്റിന് ചുറ്റും ഇലക്ട്രിക് വേലി കെട്ടിയിട്ടുണ്ട്. അത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണറിനെ കൊണ്ടുവന്നത്. അവൻ അവന്റെ ശക്തി കൊണ്ട് വേലിയുടെ ഇലക്ട്രിസിറ്റി ഓവർലോഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അതിലെ ഇലക്ട്രിസിറ്റി ഡിസേബിൾ ആയി. ശേഷം മാഡി അവളുടെ ഫയർ ശക്തി ഉപയോഗിച്ച് വേലിയുടെ ലോക്കിനെ ഉരുക്കി കളഞ്ഞു. അങ്ങനെ അവരകത്ത് കയറി. എന്നിട്ട് അവിടെ കെമിക്കൽസ് നിറച്ചു വെച്ചിരുന്ന കുറെ ബാരൽസിനെ എല്ലാം എടുത്ത് വാനിൽ കയറ്റാൻ തുടങ്ങി. പക്ഷെ അതിനിടയിൽ അവിടെ സെക്യൂരിറ്റി വന്നു. അയാള് പോലീസിനെ വിളിച്ചു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ പെട്ടെന്ന് ഗാരറ്റ് അവന്റെ ടെലികിനസിസ് പവർ ഉപയോഗിച്ച് അയാളുടെ റേഡിയോ പിടിച്ചു വാങ്ങി. എന്നിട്ട് സെക്യൂരിറ്റി ഒരു ബോക്സിൽ അടച്ചു. പക്ഷെ അവര് കെമിക്കൽസും കൊണ്ടുപോയതും വേറൊരു സെക്യൂരിറ്റി പോലീസിനെ വിളിച്ചു. പോലീസിന്റെ ഡ്രോൺസ് ഒക്കെ ഇപ്പോൾ ഈ ചുവന്ന വാൻ തിരയുകയാണ്. എന്നാൽ കുറച്ചു ദൂരം പോയിട്ട് അവര് വാനിന്റെ പുറത്തൊട്ടിച്ചിരുന്ന ചുവന്ന സ്റ്റിക്കേഴ്സ് മുഴുവൻ വലിച്ചിളക്കി കളഞ്ഞു. ഇപ്പോൾ അതിന്റെ കളറ് വെള്ളയാണ്. അതുകൊണ്ട് ഇനി ഡ്രോൺസിന് ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ അവര് രക്ഷപ്പെട്ടു. ശേഷം അവര് നേരെ മാർക്കസിന്റെ ഒരു ഗ്യാരേജിലാണ് പോയത്. അവിടെ ഗ്യാരേജിനകത്ത് ഒരു സീക്രട്ട് ക്ലബുണ്ട്. ക്ലബിൽ മാർക്കസിനെ അവന്റെയും ബോസായ വെസ്ലി വഴക്ക് പറയുകയാണ്. മാർക്കസ് ഒരു മ്യൂട്ടന്റ് ആണ്. അവന് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്.
വെസ്ലിയുടെ കൂടെയും കോപ്പർ ഹെഡ് എന്നൊരു പവർഫുൾ ആയ മ്യൂട്ടന്റ് ഉണ്ട്. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരും. അന്ന് നീ കൃത്യമായിട്ട് കാശ് മുഴുവൻ തന്നില്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ഇവളെ വെച്ച് നിന്നെ ഞാനങ്ങ് കൊന്നുകളയുമെന്ന് പറഞ്ഞ് വെസ്ലി മാർക്കസിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അപ്പോഴാണ് ഗാരറ്റ് കോണറിനെയും കൊണ്ടുവന്നത്. മാർക്കസ് കോണറിന്റെ മൈൻഡ് റീഡ് ചെയ്തിട്ട് നീ നമ്മുടെ കൂടെ ചേരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അയാൾ ഗാരറ്റിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവന് കൂടുതൽ ട്രെയിനിങ് കിട്ടിയാലേ അവനെ ഇനി വലിയ മിഷൻസിന് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഗാരറ്റ് പറയുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ പാർക്കും ഡേവിസും ആ കെമിക്കൽ പ്ലാന്റിൽ ഇൻവെസ്റ്റിഗേഷന് വന്നു. മാർക്കസിന്റെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ഇലക്ട്രിക് ഫെൻസും ലോക്കും കണ്ടപ്പോൾ ഇലക്ട്രിക് പവറും ഫയർ പവറും ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യവും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനത്തെ ശക്തിയുള്ള മ്യൂട്ടൻസിനെ അവരെ തിരയാൻ തുടങ്ങി. ഈ സമയം ഗാരറ്റ് കോണറിന് പല വിധത്തിലുമുള്ള ട്രെയിനിങ്ങും കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു ബൾബ് കൊടുത്തിട്ട് അതിനെ കത്തിക്കാൻ പറഞ്ഞു. പക്ഷേ കോണറിന് അവന്റെ പവേഴ്സ് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ ആ ബൾബുകളൊക്കെ ഓവർലോഡായി പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ അവൻ കുറെ ബൾബുകൾ പൊട്ടിച്ചു. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും അവന് വലിയ വലിയ ടാസ്കുകൾ നൽകാൻ തുടങ്ങി. ഗാരറ്റ് കാശ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ കോണറിനെയും കൊണ്ടുപോകാറുണ്ട്. കാശ് കൊടുക്കാത്തവരെ കോണർ അവന്റെ ശക്തി കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും വേണമെങ്കിൽ തല്ലുകയും ചെയ്യും. പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് കോണർ എന്തെങ്കിലും മിഷൻസിന് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പതിയെ പതിയെ കോണറും ഒരു തികഞ്ഞ ക്രിമിനലായി മാറുകയായിരുന്നു. ഒഴിവ് സമയങ്ങളിൽ അവൻ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസും ചെയ്യും. കുറെ നാളത്തെ പ്രാക്ടീസിനൊടുവിൽ അവസാനം കുറെ ബൾബുകൾ ഒരുമിച്ച് കത്തിക്കാൻ കഴിയുന്ന തരത്തിൽ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ അവൻ പഠിച്ചു. ഒരു ദിവസം ഗാരറ്റിനെ ഇലക്ട്രിക് പവറുള്ള വേറൊരുത്തൻ ആക്രമിക്കാൻ വന്നപ്പോൾ കോണർ അവന്റെ ശക്തി കൊണ്ട് നിഷ്പ്രയാസം അയാളെ ഇടിച്ചിട്ടു. ഇപ്പോൾ അവന് നല്ല കോൺഫിഡൻസ് ഒക്കെയുണ്ട്. ഒരു ദിവസം രാത്രി അവൻ മേരിയുടെ സ്റ്റോറിലെ മാനേജറിനെ വന്ന് കണ്ടു. ഇനി എന്റെ അമ്മയുടെ അടുത്ത് നീ ദേഷ്യപ്പെടുന്ന കണ്ടാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ് അവൻ അയാളെ ഭീഷണിപ്പെടുത്തി. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാർക്കും ഡേവിസും സ്ഥിരമായിട്ട് കോണറിനെ നിരീക്ഷിക്കാറുണ്ട്. മാനേജറിനെ ഭീഷണിപ്പെടുത്തുന്നതും അവര് കണ്ടു. അടുത്ത ദിവസം ഗാരറ്റ് കോണറിനെയും കൊണ്ടൊരു ബാങ്കിൽ പോയി. ഈ ബാങ്ക് കൊള്ളയടിക്കാനാണ് അവരുടെ അടുത്ത പ്ലാൻ. അങ്ങനെ ബാങ്കിന്റെ രീതികൾ മനസ്സിലാക്കാനും എവിടെയൊക്കെ ക്യാമറകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുമാണ് ഇപ്പോൾ ബാങ്കിൽ വന്നത്. ഈ സമയം മേരി ജോലിക്ക് പോയപ്പോൾ അവിടെ മാനേജർ അവളോട് ഭയങ്കര വിനയത്തോടെ പെരുമാറുന്നത് കണ്ട് അവളെ ശരിക്കും അത്ഭുതപ്പെട്ടു. ശേഷം അന്ന് ഏകദേശം ഉച്ചയോടെ ഗാരറ്റും കൂട്ടരും ബാങ്കിലെത്തി മോഷണം തുടങ്ങി. ആദ്യം അവിടെയുള്ള എല്ലാവരെയും ഗൺ പോയിന്റിൽ ഹോസ്റ്റേജ് ആക്കി നിർത്തി. കോണർ നേരെ സേഫ് ഇരിക്കുന്നിടത്താണ് പോയത്. അതിൽ ഡിജിറ്റൽ ലോക്കാണ്. അങ്ങനെ അവൻ അവന്റെ ശക്തി കൊണ്ട് സേഫിനെ ഓവർലോഡ് ചെയ്ത് നിസ്സാരമായിട്ട് സേഫ് തുറന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ആകെ കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും കിട്ടിയതും എടുത്തുകൊണ്ട് അവര് വേഗം പുറത്തിറങ്ങി. എന്നാൽ പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ അവരെയും കാത്ത് ഒരു ഡ്രോൺ നിൽപ്പുണ്ടായിരുന്നു. കോണർ അതിനെ മിന്നലടിപ്പിച്ച് തകർത്ത് കളഞ്ഞു. എന്നിട്ട് പോലീസ് വരുന്നതിന് മുന്നേ അവിടുന്ന് രക്ഷപ്പെട്ടു. അവര് നേരെ മാർക്കസിന്റെ അടുത്താണ് പോയത്. തുച്ഛമായ കാശാണ് മോഷ്ടിച്ചതെന്ന് അറിഞ്ഞതും മാർക്കസിന് ദേഷ്യം വന്നു. ദേഷ്യം എന്നതിലുപരി അവന് ടെൻഷനാണ്. കാരണം ഇനിയിപ്പോൾ വെസ്ലിയുടെ ആൾക്കാർ വരും. അവർക്ക് കൃത്യമായിട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ അവര് മാർക്കസിനെ തട്ടിക്കളയും. അങ്ങനെ മാർക്കസും ഗ്യാങ്ങും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ കോപ്പർ ഹെഡ് കയറി വന്നിട്ട് മാർക്കസിനെ തുരുതുരാന്ന് വെടിവെച്ചു. എന്നാൽ മാർക്കസിന്റെ വലം കൈയായ റൈനോ മുന്നിൽ കയറി നിന്നതുകൊണ്ട് ആ വെടിയെല്ലാം അവനാണ് കൊണ്ടത്. സ്റ്റീല് പോലത്തെ ബോഡിയാണ് റൈനോയുടെ സൂപ്പർ പവർ. അതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. കൂടുതൽ വെടിവെക്കുന്നതിന് മുന്നേ കോണർ അവളെ ഷോക്ക് അടിപ്പിച്ചു. അതിൽ അവളുടെ തോക്ക് തെറിച്ചുപോയി. ദേഷ്യത്തിൽ അവൾ ഒരു കത്തിയും കൊണ്ട് കോണറിനെ ആക്രമിക്കാൻ വന്നു. കോണറിന്റെ കൈക്ക് ചെറിയൊരു വെട്ട് കിട്ടുകയും ചെയ്തു. ഉടനെ റൈനോ വന്ന് അവളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ശേഷം മാർക്കസിന്റെ കൂടെയുള്ള നിയയ്ക്ക് ഹീലിംഗ് പവറുണ്ട്. അവള് കോണറിന്റെ മുറിവിനെ പൂർണ്ണമായും മാറ്റിക്കൊടുത്തു. നിയ ശരിക്കും മാർക്കസിന്റെ അടിമയെ പോലെയാണ്. അവൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുണ്ട്. പക്ഷെ അവൾ എവിടെ പോയാലും മാർക്കസ് വെറുതെ വിടില്ല. എന്തായാലും അന്ന് വീട്ടിൽ ചെന്ന് മേരിയോട് സംസാരിക്കുന്നതിനിടയിൽ മേരി പെട്ടെന്ന് കുഴഞ്ഞു വീണു. അമ്മയെ അവൻ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ അടുത്ത ആഴ്ച തന്നെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ കോണറിന്റെയിലാണെങ്കിൽ അതിനുള്ള കാശുമായിട്ടില്ല. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ അവനെയും കാത്ത് പാർക്കും ഡേവിസും നിൽപ്പുണ്ടായിരുന്നു. അവനെ അവരെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി. മാർക്കസ് ഒരു വലിയ കുറ്റവാളിയാണ്. ദശലക്ഷക്കണക്കിന് പേരുടെ ജീവിതമാണ് അവൻ വിതരണം ചെയ്യുന്ന സൈക്ക് കാരണം തകരുന്നേ. അവനെതിരെ നീ എന്തെങ്കിലും തെളിവ് നമുക്ക് തന്നാൽ മേരിയുടെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാം എന്നൊക്കെ പാർക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ പോലീസിനെ സഹായിച്ചാലോ എന്ന് അവന് തോന്നിയതാണ്. പക്ഷെ അപ്പോഴാണ് ഡേവിസ് കോണറിനെ ഭീഷണിപ്പെടുത്തിയത്. അതിനിടയിൽ ഡേവിസ് കോണറിന്റെ മരിച്ചുപോയ അപ്പനെ വരെ വിളിച്ചു. അത് കേട്ടപ്പോൾ കോണറിന് ദേഷ്യം വന്നിട്ട് എനിക്കൊരു കോപം അറിയില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇവനെതിരെ പോലീസുകാരുടെ തെളിവൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അവനെ വെറുതെ വിടാതെ വേറെ നിവർത്തിയില്ല. ശേഷം ഗാരറ്റ് വന്ന് കോണറിനെ മാർക്കസിന്റെ അടുത്ത് കൊണ്ടുപോയി. മാർക്കസിന്റെ മൈൻഡ് റീഡിംഗ് പവർ വെച്ച് അയാൾ നോക്കിയപ്പോൾ കോണർ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. കുറച്ചു നാളുകൾക്ക് മുന്നേ പോലീസ് പിടിച്ചെടുത്ത സൈക്ക് മൊത്തം നാളെ അവരെങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന കാര്യം സ്റ്റേഷനിൽ വെച്ച് കോണർ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു.
അവൻ ആ കാര്യം മാർക്കസിനോട് പറഞ്ഞിട്ട് അത് തിരിച്ചെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ അതിന് പകരം നിയയെ വെറുതെ ഇടുമോ എന്ന് ചോദിച്ചു. വെറുതെ വിടാമെന്ന് മാർക്കസ് സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ ഞാനും എന്റെ ടീമും ഇനി മുതൽ വെറും ഗ്യാങ് മെമ്പേഴ്സ് ആയിരിക്കുന്നതിന് പകരം ഞങ്ങളെ പാർട്ട്നേഴ്സ് ആക്കണമെന്ന് ഗാരറ്റ് പറഞ്ഞപ്പോൾ അതും മാർക്കസിന് ഓക്കെ ആയിരുന്നു. സംഭവം നേരത്തെ പിടിച്ചെടുത്ത സൈക്കിന് മൊത്തം പല കോടി രൂപയുടെ വിലയുണ്ട്. മാർക്കസിന് എങ്ങനെയെങ്കിലും അത് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് അയാൾ എല്ലാ കണ്ടീഷൻസും സമ്മതിച്ചത്. അടുത്ത ദിവസം സൈക്കും കൊണ്ടുവന്ന പോലീസ് ട്രക്കിനെ ഒരിടത്തെത്തിയപ്പോൾ മുന്നിൽ ഗാരറ്റ് ഒരു ലോറി കൊണ്ടുവന്ന് തടഞ്ഞു. പിന്നിലാണെങ്കിൽ എഡ്മണ്ടും മേഡിയും കൂടെ വേറൊരു വണ്ടിയിൽ വന്ന് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ആദ്യം അവർ ആ ട്രക്കിനെ ട്രാപ്പ് ചെയ്തു. ശേഷം കോണർ അവന്റെ ശക്തി വെച്ച് കുറെ ഗാർഡിയൻസിനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി. ബാക്കിയുണ്ടായിരുന്ന റോബോട്ട്സിനെ മറ്റു 3 പേരും കൂടെ നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത് മാഡി അവളുടെ ശക്തി കൊണ്ട് ട്രക്കിൽ ഒരു ഹോൾ ഉണ്ടാക്കി. അതിലൂടെ ഒരു ടിയർ ഗ്യാസ് ഇട്ടുകൊടുത്തപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പോലീസുകാരൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി പിന്നിലെ വാതിൽ തുറന്നു. അങ്ങനെ അവരെല്ലാം അടിച്ചിട്ട് സൈക്ക് വെച്ചിരുന്ന സ്യൂട്ട് കേസ് എടുത്ത് റൈനോയ്ക്ക് കൊടുത്തു. പക്ഷേ സാധനം കയ്യിൽ കിട്ടിയതും പെട്ടെന്ന് റൈനോയും കൂട്ടരും പോലീസുകാരെയും പിന്നെ ഗാരറ്റിന്റെ ടീമിനെയും ആക്രമിക്കാൻ തുടങ്ങി. സംഭവം നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും മാർക്കസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. മാഡിയെ റൈനോ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് എഡ്മണ്ടിനെ വെടിവെക്കാൻ നിന്നതും ഗാരറ്റ് അവന്റെ ശക്തി കൊണ്ട് എഡ്മണ്ടിനെ രക്ഷപ്പെടുത്തി. റൈനോ സ്യൂട്ട് കേസും കൊണ്ട് അവിടുന്ന് കടന്നു കളഞ്ഞു. റൈനോയുടെ ബാക്കി ആൾക്കാരൊക്കെ ഗാരറ്റിനെയും ടീമിനെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഭാഗ്യത്തിനവിടെ വീണ്ടും കുറച്ച് ഗാർഡിയൻസ് വന്നേ. റൈനോയുടെ ആൾക്കാര് ഗാർഡിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഗാരറ്റും ടീമും അവിടെ നോടി. എന്നിട്ട് കണ്ണിൽ കണ്ട ഒരു കാറും എടുത്ത് രക്ഷപ്പെട്ടു. പക്ഷെ നേരത്തെ നടന്ന ഫൈറ്റില് എഡ്മണ്ടിന്റെ ദേഹത്തൊരു ബുള്ളറ്റ് കൊണ്ടിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവനും മരിച്ചുപോയി. ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീ പാർട്ട്നേഴ്സ് ആക്കണമെന്ന് ചോദിച്ചത് കൊണ്ടാണ് അയാൾ നമ്മളെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് കോണർ ഗാരറ്റിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഈ സമയം റൈനോ സ്യൂട്ട് കേസിനെ മാർക്കസിന്റെ അടുത്ത് എത്തിച്ചിരുന്നു. ഇനി എന്നെ വെറുതെ വിടുമോ എന്ന് നീയെ ചോദിച്ചപ്പോ നിന്റെ അച്ഛൻ എനിക്ക് ഒരുപാട് കാശ് തരാനുണ്ട്, അതുകൊണ്ട് നിന്നെ തൽക്കാലം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മാർക്കസ് പറഞ്ഞത്. ശേഷം ഇനി എന്തായാലും മാർക്കസ് കോണറിനെ വെറുതെ വിടില്ലെന്നറിയാവുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ കോണർ പാർക്കിനെ കാണാൻ പോയി. എന്നിട്ട് മാർക്കസിനെ പിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഒരു കൂട്ടം പോലീസും ഗാർഡിയൻസും കൂടെ മാർക്കസിന്റെ ക്ലബ്ബ് റെയ്ഡ് ചെയ്തു. മാർക്കസും റൈനോയും കൂടെ നിയയും കൊണ്ട് പിന്നിലെ ഗാരേജ് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പിന്നിൽ ഗാരറ്റ് കാത്തിരിപ്പുണ്ടായിരുന്നു. മാർക്കസിനെ കണ്ടപ്പോൾ തന്നെ ഗാരറ്റ് അയാളെ തുരുതുരാന്ന് വെടിവെച്ചു. എന്നിട്ട് റൈനോയും വെടിവെച്ചു. പക്ഷേ റൈനോയ്ക്ക് ബുള്ളറ്റ്സ് ഒന്നും ഒരു വിഷയമല്ല. അങ്ങനെ റൈനോ ഗാരറ്റിനെ ആക്രമിക്കാൻ വന്നു. ഗാരറ്റ് അവന്റെ ശക്തി കൊണ്ട് റൈനോയെ തടയാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ കോണർ വന്നേ. അങ്ങനെ അവര് രണ്ടുപേരും ചേർന്ന് റൈനോയെ ആക്രമിക്കാൻ തുടങ്ങി. അവസാനം ഗാരറ്റ് ഒരു കമ്പി എടുത്ത് റൈനോയുടെ കണ്ണിൽ കുത്തിക്കൊടുത്തു. കോണർ ആണെങ്കിൽ അതിനെ തലയിലോട്ട് അടിച്ചിറക്കുകയും ചെയ്തു. അങ്ങനെ റൈനോ പടമായി. ശേഷം കോണർ നേരെ മേരിയുടെ അടുത്ത് പോയി. അവിടെ മേരി അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. കുറച്ചുനേരം അവൻ മേരിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവൾ മരിക്കുകയും ചെയ്തു. ഈ സമയം മാർക്കസിന്റെയും റൈനോയുടെയും ബോഡി ഗാരേജിൽ കിടക്കുന്നത് പാർക്കും ഡേവിസും കൂടെ കണ്ടെത്തി. ഇത് കോണറിന്റെയും ഗാരറ്റിന്റെയും പണിയായിരിക്കുമെന്നും അവർ ഊഹിച്ചു. എന്തായാലും ഒരാളെ കൊന്നിട്ട് പുറത്ത് സേഫ് ആയിട്ട് നടക്കാൻ പറ്റില്ലെന്ന് കോണറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ നേരെ ചെന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങി. കുറ്റങ്ങളെല്ലാം അവൻ ഏറ്റതുകൊണ്ട് ഗാരറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. അടുത്ത് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. ഗാരറ്റ് ഇപ്പോൾ വൻ സെറ്റപ്പിലാണ്. അവനൊരു വലിയ ഗ്യാങ് ഒക്കെയുണ്ട്. സൈക്ക് ബിസിനസ് ആണ് അവന്റെയും പ്രധാന ജോലി. കൈക്കൂലികളൊക്കെ കൊടുത്ത് പോലീസിനെയെല്ലാം അവന്റെ പക്കലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ടാരക് എന്നൊരു മ്യൂട്ടന്റ് ഗാരറ്റിന്റെ ഗ്യാങ്ങിൽ എന്നെയും കൂടെ ചേർക്കുമോ എന്ന് ചോദിക്കാൻ വന്നു. അവന്റെ അനിയത്തി പവീനയുടെ എഡ്യൂക്കേഷൻ ഒരുപാട് കാശ് വേണം. പവീനയും ഒരു മ്യൂട്ടന്റ് ആണ്. ഒരുപാട് കാശുണ്ടാക്കാമെന്ന് കരുതിയാണ് അവൻ ഗാരറ്റിന്റെ അടുത്ത് വന്നേ. അവന് ക്യാമഫ്ലേജ് ചെയ്യാനുള്ള സൂപ്പർ പവർ ആണ്. അത് വലിയ പ്രയോജനമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഗാരറ്റ് അവനെ ഗ്യാങ്ങിൽ എടുത്തില്ല. ഈ സമയം കിങ്സ്റ്റൺ എന്നൊരു പോലീസുകാരൻ പൊതുജനങ്ങൾക്ക് വേണ്ടി പോലീസിന്റെ പുതിയ നായ റോബോട്ടുകളുടെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നേരത്തെയുള്ള ഗാർഡിയൻസ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ജനങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ റോബോട്ട്സിനെ ഉണ്ടാക്കിയത്. ആരുടെയിലെങ്കിലും എന്തെങ്കിലും വെപ്പൺ ഇരിക്കുന്നത് കണ്ടാൽ ഉടനെ ഈ റോബോട്ട് അവരെ ആക്രമിക്കാൻ പോകും. പക്ഷെ അപ്പോൾ അവര് കൈ പൊക്കിയാൽ പിന്നെ അവരെ റോബോട്ട്സ് ഒന്നും ചെയ്യില്ല. അതായത് ഈ റോബോട്ട്സ് കുറെ കൂടെ സേഫ് ആണെന്നാണ് കിങ്സ്റ്റൺ പറയുന്നത്. മറ്റൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഈ കിങ്സ്റ്റൺ വെറും ഉടായിപ്പാണ്. ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ കൈക്കൂലികൾ വാങ്ങുന്നതും അഴിമതികളൊക്കെ ചെയ്യുന്നതും ഇവനാണ്. പക്ഷെ ആൾക്കാരുടെ കണ്ണിൽ ഇവൻ ഭയങ്കര മാന്യനും. എന്തായാലും അന്ന് രാത്രി ഗാരറ്റിന്റെ ആൾക്കാര് പോലീസുകാർക്കുള്ള കൈക്കൂലി സ്ഥിരം വെക്കുന്ന ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവച്ചു. ഇത് ടാരക്ക് ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾ കാശ് വെച്ചിട്ട് പോയതും ഇവൻ ചെന്നത് മോഷ്ടിച്ചു. മോഷ്ടിക്കുന്നതിനിടയിൽ കാശെടുക്കാൻ കുറച്ച് പോലീസുകാരെത്തി. അതിൽ കിങ്സ്റ്റണും ഉണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോ കാശ് കാണുന്നില്ല. അങ്ങനെ അവര് ചുറ്റും തിരയാൻ തുടങ്ങി. ടാരക്ക് അവന്റെ ശക്തി ഉപയോഗിച്ച് മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും ഒരു പോലീസുകാരൻ അവനെ കണ്ടുപിടിച്ചു. അങ്ങനെ അവൻ വേഗം അവിടെ ഓടി. ഇതേസമയം ടാരക്ക് ഇതുവരെ വീട്ടിലെത്താത്തത് കൊണ്ട് പവീന അവനെ തേടിയിറങ്ങി. ഇവിടെ കുറെ ദൂരം ഓടിയിട്ടും അവസാനം റോബോട്ട് ടാരക്കിനെ പിടികൂടി. അതവനെ കൊല്ലാൻ വേണ്ടി അടുത്തോട്ട് വന്നതും അവൻ പെട്ടെന്ന് 2 കൈയും പൊക്കി. ഇതെല്ലാം ക്യാമറ വഴി പോലീസ് കാണുന്നുണ്ടായിരുന്നു.
അവരൊരു കമാൻഡ് കൊടുത്തതും റോബോട്ട് അവനെ ഒരുതരം വിഷം കുത്തിവെച്ചു. ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവൻ മരിച്ചു വീഴുകയും ചെയ്തു. മരിച്ചു വീഴുന്ന സമയത്ത് അത് പവീനെ കണ്ടുകൊണ്ടുവന്നു. അവളെ കണ്ടതും റോബോട്ട് അവളെയും ആക്രമിക്കാൻ നോക്കി. പക്ഷെ അവളൊന്ന് ഉറക്കെ അലറിയതും പെട്ടെന്ന് റോബോട്ടിന്റെ സിഗ്നല് കട്ടായി പോയി. അടുത്ത ദിവസം രാവിലെ പോലീസുകാർ വന്ന ആ റോബോട്ടിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഡീആക്ടിവേറ്റ് ആയി കിടക്കുകയാണ്. അതിനെന്താണ് പറ്റിയതെന്ന് ഒരു പിടുത്തവുമില്ല. റെക്കോർഡിംഗ് നോക്കിയപ്പോൾ അവസാന നിമിഷം ഒരു പെൺകുട്ടിയെ റോബോട്ട് കണ്ടുവെന്ന് മാത്രം മനസ്സിലായി. അങ്ങനെ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ കിങ്സ്റ്റൺ ഒരുപാട് പോലീസുകാരെ പറഞ്ഞയച്ചു. ഈ സമയം കുറച്ചു നാളുകൾക്ക് മുന്നേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കോണർ അവന്റെ പവേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ ഒരു വൃദ്ധസദനത്തിൽ തൂപ്പുകാരനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ജോലിക്കിടയിൽ വേസ്റ്റ് എടുത്ത് പുറത്തു കളയാൻ പോയപ്പോൾ ഒരു ഷെഡിന്റെ ലോക്ക് പൊട്ടിക്കിടക്കുന്നത് കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ ഉള്ളിൽ പവീനയുണ്ടായിരുന്നു. കോണറിനെ കണ്ടതും അവള് പേടിച്ചുപോയി. അവൻ അവളെ സമാധാനപ്പെടുത്തി അകത്ത് കൊണ്ടുപോയി. അവിടെ അവന്റെ ബോസ് മീനയുണ്ടായിരുന്നു. എന്താണ് നടന്നതെന്ന് മീന പവീനയോട് ചോദിച്ചപ്പോൾ അവളെല്ലാം പറഞ്ഞു കൊടുത്തു. കുറച്ചു കഴിഞ്ഞതും അവിടെ പോലീസ് വന്നു. മീന പോലീസിനോട് സംസാരിക്കുന്നതിനിടയിൽ കോണർ പവീനയും കൊണ്ട് പിന്നിലൂടെ പുറത്തു കടന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ക്യാമറയിൽ അവരുടെ മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പവീനയെ കോണർ അവന്റെ അപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് ന്യൂസ് കണ്ടപ്പോൾ ടാരക്ക് ഡ്രഗ് അടിച്ച് മരിച്ചുപോയെന്നാണ് പോലീസുകാർ പറയുന്നതെന്ന് മനസ്സിലായി. അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവളുടെ ശക്തിയുടെ തീവ്രത കാരണം TV ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. TV പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ച് കോണർ പെട്ടെന്ന് അതങ്ങ് ഓഫ് ചെയ്തു വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് വരുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും മറ്റൊരു അപ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് നൈസായിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയതും മുന്നിൽ 2 ഗാർഡിയൻസ് വന്ന് ലാൻഡ് ചെയ്തു. അവൻ പെട്ടെന്ന് കറണ്ട് അടുപ്പിച്ച് ഗാർഡിയൻസിനെ നശിപ്പിച്ചു. അവിടെ ചില ഡ്രോൺസും ഉണ്ടായിരുന്നു. അവൾ വീണ്ടും ശക്തി ഉപയോഗിച്ചപ്പോൾ നേരത്തെ നായകൾക്ക് പറ്റിയതുപോലെ ആ ഡ്രോൺസും ഡീആക്ടിവേറ്റ് ആയി. സംഭവം സിഗ്നൽസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇവളുടെ പവർ. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി വേറെ നിവർത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ കോണർ ഗാരറ്റിന്റെ അടുത്ത് സഹായം തേടി. ഞാൻ പറഞ്ഞാൽ പോലീസ് നിങ്ങളെ വെറുതെ വിടുമായിരിക്കുമെന്ന് പറഞ്ഞ് ഗാരറ്റ് കിങ്സ്റ്റനെ വിളിച്ചു. അപ്പോൾ പവീന നേരത്തെ കണ്ടത്, അതായത് ടാരക്കിനെ കൊല്ലുന്ന മെമ്മറി എങ്ങും മായ്ച്ചു കളഞ്ഞാൽ ഞാൻ അവളെ വെറുതെ വിടാമെന്ന് കിങ്സ്റ്റൺ പറഞ്ഞു. കാരണം അത് ഇല്ലീഗലായിട്ട് പോലീസ് കൊന്നതാണല്ലോ. അപ്പോൾ ആ മെമ്മറി ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നവുമില്ല. അത് കേട്ടപ്പോൾ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് പവീനെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഗാരറ്റ് അവരെ ആൾക്കാരുടെ മെമ്മറിയൊക്കെ ഇറേസ് ചെയ്യുന്ന ഒരു മ്യൂട്ടന്റിന്റെ പക്കൽ കൊണ്ടുപോയി. പക്ഷേ കൊല്ലുന്ന മെമ്മറിക്ക് പുറമെ ടാരക്കിനെ കുറിച്ചുള്ള മൊത്തം മെമ്മറിയും ആ മ്യൂട്ടന്റ് മായ്ക്കാൻ തുടങ്ങി. സംഭവം ടാരക്കിന്റെ എന്തെങ്കിലും ഒരു മെമ്മറി ബാക്കിയുണ്ടെങ്കിലും കൊല്ലുന്ന മെമ്മറിയും മായത്തില്ല. അതുകൊണ്ടാണ് ടാരക്കുമായി ബന്ധപ്പെട്ട അവളുടെ മൊത്തം മെമ്മറിയും ഇറേസ് ചെയ്യാൻ ഗാരറ്റ് തീരുമാനിച്ചേ. പക്ഷേ സ്വന്തം സഹോദരനെ മറക്കാൻ പവീനയ്ക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് കോണർ പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗാരറ്റിന്റെ ആൾക്കാർ അവനെ പിടിച്ചുവെച്ചു. കോണറിനെ ഒരുത്തൻ തീ കൊണ്ട് ആക്രമിക്കാൻ വന്നതും തീ കാരണം അബദ്ധത്തിൽ സീലിംഗിലെ പൈപ്പ് പൊട്ടി അവിടെ മൊത്തം വെള്ളം നിറയാൻ തുടങ്ങി. ഉടനെ കോണർ വെള്ളത്തിൽ കറണ്ട് കടത്തിവിട്ട് എല്ലാവരെയും കറണ്ട് അടുപ്പിച്ച് പവീനയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അവര് നേരെ മീനയുടെ അടുത്താണ് പോയത്. മീന അവരെയും കൊണ്ട് ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷെ നേരത്തെ അവളുടെ ബിൽഡിംഗിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങിപ്പോയത് സെക്യൂരിറ്റി ക്യാമറ പരിശോധിച്ചപ്പോൾ കണ്ടതുകൊണ്ട് അതിനുശേഷം പിന്നെ അവളെ എപ്പോഴും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ ദൂരം എത്തിയപ്പോൾ ഗാരറ്റും കൂട്ടരും അവരെ പിടികൂടി. മെമ്മറി ഇറേസ് ചെയ്യാൻ പവീനയെ കൊന്നുകളയാനാണ് ഇപ്പോൾ കിങ്സ്റ്റൺ ഗാരറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവളെ കൊല്ലാൻ ഗാരറ്റിന് മനസ്സ് വന്നില്ല. ഇതെല്ലാം അകലെ നിന്ന് 2 ഗാർഡിയൻസ് കാണുന്നുണ്ടായിരുന്നു. ഗാരറ്റ് ചിലപ്പോൾ അവളെ കൊല്ലില്ലെന്ന സംശയം കിങ്സ്റ്റൺ ഉണ്ടായിരുന്നതുകൊണ്ട് അവനാണ് ഈ ഗാർഡിയൻസിനെ അയച്ചേ. ഇപ്പോ ഗാരറ്റ് അത് ചെയ്യാത്തതിനാൽ അകലെ നിന്ന് തന്നെ ഗാർഡിയൻസ് എല്ലാവരെയും തുരുതുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഗാരറ്റിന്റെ കൂടെയുള്ള ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാം ആദ്യമേ തന്നെ വെടിവെച്ചിട്ടു. അതുകണ്ട് ബാക്കിയുള്ളവരൊക്കെ വേഗം വാഹനങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. ഗാരറ്റിനും മീനയ്ക്കും വെടികൊണ്ടിരുന്നു. പക്ഷെ മീന നിസ്സാരമായിട്ട് ബുള്ളറ്റിനെ എടുത്തു കളഞ്ഞു. സംഭവം മീനയ്ക്കും ഏതാണ്ട് റൈനോയെ പോലത്തെ സൂപ്പർ പവറാണ്. എല്ലാവരും വന്ന് എന്റെ കാറിൽ കയറാൻ പറഞ്ഞിട്ട് ഗാരറ്റ് ഒരു കല്ലിനെ ഷീൽഡായിട്ട് ഉപയോഗിച്ച് വേഗം ചെന്ന് കാറിൽ കയറി. കോണറും പവീനയും രക്ഷപ്പെടാൻ വേണ്ടി മീന ഗാർഡിയൻസിന് മുന്നിൽ ചെന്ന് നിന്നുകൊടുത്തു. അങ്ങനെ അവളെ വെടിവെക്കുന്ന തക്കത്തിൽ അവര് രണ്ടുപേരും കൂടെ ചെന്ന് കാറിൽ കയറി. പക്ഷെ അപ്പോഴേക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ബുള്ളറ്റുകൾ അവളുടെ ദേഹത്ത് വന്ന് തറച്ചതുകൊണ്ട് മീന മരിച്ചുപോയി. അന്ന് രാത്രി മറ്റു 3 പേരും കൂടെ പഴയൊരു ബിൽഡിംഗിൽ ചെന്ന് ഒളിച്ചിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും ഓടുന്നതിന് പകരം കിങ്സ്റ്റനെ മൊത്തം തകർത്ത് കളയാമെന്ന് തന്നെ അവര് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഗാരറ്റ് ഡേവിസിനെ വിളിച്ചു വരുത്തി. ഗാരറ്റിനോട് കൂറുള്ള പോലീസുകാരിൽ ഒരാളാണ് ഡേവിസ്. കിങ്സ്റ്റനെ തകർക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അയാൾക്ക് അങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിയുണ്ട്. മൊത്തം പോലീസ് ഫോഴ്സും ഇപ്പോൾ അയാളുടെ അണ്ടറിലാണ്. എന്നിരുന്നാലും ഡേവിസ് അവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. കിങ്സ്റ്റന്റെ റോബോട്ട് പട്ടിയെ കിട്ടിയാൽ അതിലൂടെ അയാൾ അഴിമതി കാണിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്താൽ കിങ്സ്റ്റന്റെ മൊത്തം അധികാരവും പോകും. അവൻ പിന്നെ ജയിലിലാവുകയും ചെയ്യും. കിങ്സ്റ്റന്റെ വീട്ടിലാണ് അവന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി അയാളുടെ റോബോട്ട് പട്ടിയെ വെച്ചിരിക്കുന്നത്. അതെടുത്താൽ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആകും. അങ്ങനെ ഡേവിസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ശേഷം അന്ന് തന്നെ അതെടുക്കാൻ വേണ്ടി അവര് കിങ്സ്റ്റന്റെ വീട്ടിൽ പോയി. കിങ്സ്റ്റൺ വെറും ഉടായിപ്പാണെന്ന കാര്യം അവന്റെ ഭാര്യയ്ക്ക് അറിയില്ല.
അതുകൊണ്ട് ഞങ്ങൾ കിങ്സ്റ്റന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞതും അവൾ അവരെ വീട്ടിൽ കയറ്റിയിരുത്തി. ഈ സമയം പവീന പുറത്തൊരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവിടെ കിങ്സ്റ്റൺ എത്തി. അവൻ ആ റോബോട്ട് പട്ടിയെ ഗാരേജിൽ കൊണ്ടുവയ്ക്കുന്നത് പവീന കണ്ടു. അകത്ത് കയറി ഗാരറ്റിനെയും കോണറിനെയും കണ്ടതും ഇതെന്തോ ട്രാപ്പ് ആണെന്ന് കിങ്സ്റ്റന് തോന്നി. പക്ഷേ ഭാര്യ അടുത്തുള്ളതുകൊണ്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിച്ചു. ഈ സമയം പവീന ഗാരേജിൽ കയറി ആ റോബോട്ടിനെ തൊട്ടതും പോലീസ് കൺട്രോൾ റൂമിന് ഒരു അലർട്ട് പോയി. കൺട്രോൾ റൂമിലെ ഉടൻ തന്നെ അവന് കോള് വന്നു. പക്ഷേ മേശയിൽ ഇരിക്കുന്ന ഒരു കത്തി പതിയെ ഗാരറ്റ് കിങ്സ്റ്റന് നേരെ തിരിച്ചിട്ട് ആ കോള് എടുക്കരുതെന്ന് പറഞ്ഞു. ശേഷം ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കോണർ നേരെ ഗാരേജിലോട്ട് പോയി. എന്നിട്ട് റോബോട്ടിനെ എടുക്കാൻ പവീനയെ സഹായിച്ചു. ഒരു കോള് വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിങ്സ്റ്റന്റെ ഭാര്യയും അവിടുന്ന് പോയി. ഉടനെ കിങ്സ്റ്റൺ അവന്റെ ശക്തി വെച്ച് ഗാരറ്റിനെ കൊല്ലാൻ നോക്കി. അപ്പോഴാണ് ഇവനും ഒരു മ്യൂട്ടന്റ് ആണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നേ. ഗാരറ്റിനെ പോലെ ഇവനും ടെലികെനിസിസ് പവറാണ്. അതൊക്കെ മറച്ചു വെച്ചാണ് അവൻ ജോലിയിൽ കയറിയത്. പക്ഷെ കിങ്സ്റ്റൺ കുറെ നാളായിട്ട് ശക്തി യൂസ് ചെയ്യാത്തത് കൊണ്ട് അവന്റെ നിന്ന് നിസ്സാരമായിട്ട് ഗാരറ്റ് ആ കത്തി പിടിച്ച് വാങ്ങി. അപ്പോഴേക്കും ഭാര്യ തിരിച്ചു വന്നു. അതുകൊണ്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഗാരറ്റും കോണറും അവിടുന്ന് ഇറങ്ങി. അവര് പോയ ശേഷമാണ് കിങ്സ്റ്റൺ ഫോണിലെ മെസ്സേജ് കണ്ടത്. അവൻ പെട്ടെന്ന് നിന്ന് ഗാരേജിൽ നോക്കിയപ്പോൾ അവിടെ റോബോട്ടിനെ കാണുന്നില്ല. 3 പേരും കൂടെ റോബോട്ടിനെ ഗാരറ്റിന്റെ ഒരു ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് റോബോട്ടിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കിങ്സ്റ്റൺ അഴിമതി കാണിക്കുന്നതിന്റെയും അതുപോലെ ടാരക്കിനെ കൊല്ലുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. അതിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഗാരറ്റ് അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാൽ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ അവിടെ കമ്പ്യൂട്ടറിന് പകരം ഗാരറ്റിന്റെ കുറച്ച് ഗ്യാങ് മെമ്പേഴ്സിനെയാണ് കണ്ടത്. അപ്പോൾ ഇതെന്തോ ട്രാപ്പ് ആണെന്ന് കോണറിന് മനസ്സിലായി. സംഭവം ഈ തെളിവുകളൊന്നും പുറത്തു വിടാതെ അതെല്ലാം അവന്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് കിങ്സ്റ്റനെ ഭീഷണിപ്പെടുത്തി സൈക്ക് ബിസിനസ് തുടരാനാണ് ഗാരറ്റിന്റെ പ്ലാൻ. അങ്ങനെ അവൻ റോബോട്ടിന്റെ മെമ്മറി ഡ്രൈവ് എടുത്ത് ഒരു ഗ്യാങ് മെമ്പറുടെ കൊടുത്തിട്ട് നിന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഇത് സംരക്ഷിക്കണമെന്ന് ഗാരറ്റ് പറഞ്ഞു. കോണറിനും പവീനയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അധികം വൈകാതെ അവിടെ കുറെ പോലീസുകാരെത്തി. ഗാരറ്റ് റോബോട്ടിന്റെ ബോഡിയും കൊണ്ട് പുറത്തു വന്നിട്ട് ഇതിന്റെ മെമ്മറി എന്റെയിലുണ്ട്, മര്യാദയ്ക്ക് ഞങ്ങളെ വെറുതെ വിട്ടില്ലെങ്കിൽ അതിലുള്ള റെക്കോർഡിംഗ്സ് മുഴുവൻ പുറത്തു വിടുമെന്ന് പറഞ്ഞ് കിങ്സ്റ്റനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ കിങ്സ്റ്റൺ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം പോലീസിനെയും റോബോട്ടിനെയും ഉള്ളിലേക്ക് അയച്ചു. ഇത് കണ്ടപ്പോൾ ഇനി എന്തായാലും രക്ഷയില്ലെന്ന് ഗ്യാങ്ങിന് മനസ്സിലായി. എന്നാൽ പവീനയ്ക്ക് ഒരു ഐഡിയ തോന്നി. എന്താന്ന് വെച്ചാൽ പുറത്ത് ചില ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്ന് നിൽപ്പുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിടാൻ പറ്റും. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗ്യാങ് മെമ്പർ ആ ഡ്രൈവർ കോണറിനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അവിടെ പോലീസുകാർ കയറി വന്നത്. എല്ലാവരും പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവരെന്തൊക്കെ ചെയ്തിട്ടും പോലീസുകാരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ശക്തമായ ഷീൽഡും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കൊണ്ടാണ് പോലീസുകാർ വന്നിരിക്കുന്നത്. രക്ഷയില്ലെന്ന് മനസ്സിലായ കോണർ ഫൈറ്റിനിടയിൽ പവീനയും കൊണ്ട് അവിടുന്ന് ഇറങ്ങി ഓടി. ഒരു റോബോട്ടും അവരുടെ പിന്നാലെയുണ്ട്. കോണർ അതിനെ പലതവണ ഇലക്ട്രിസിറ്റി കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടും അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അവസാനം അത് കോണറിനെ വീഴ്ത്തിയിട്ട് അവന്റെ ദേഹത്ത് വിഷം കുത്തിവെക്കാൻ തുടങ്ങിയതും പവീന അവളുടെ ശക്തി ഉപയോഗിച്ച് റോബോട്ടിനെ കൺട്രോൾ ചെയ്തു. ഭാഗ്യത്തിന് കോണറിന്റെ ദേഹത്ത് കുറച്ച് വിഷം മാത്രം ഇറങ്ങിയതേയുള്ളൂ. എന്നിരുന്നാലും അത് കാരണം അവൻ അവശനായി പോയി. അപ്പോഴാണ് ഒരു പോലീസ് വേറൊരു റോബോട്ടിനെയും കൊണ്ട് വന്നത്. പവീന ആദ്യത്തെ റോബോട്ടിനെ വെച്ച് ഇപ്പൊ വന്ന റോബോട്ടിനെ നശിപ്പിച്ചു കളഞ്ഞു. അത് കണ്ട് പേടിച്ചിട്ട് ആ പോലീസുകാരൻ റോബോട്ടിനെ കുറെ വെടിവെച്ചു. പക്ഷേ ബുള്ളറ്റ്സ് ഒന്നും റോബോട്ടിന്റെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ അത് ഓടി വന്ന് അയാളുടെ കയ്യിൽ കടിച്ചു വീഴ്ത്തി. നിർഭാഗ്യവശാൽ ഒരു ബുള്ളറ്റ് പവീനയുടെ ദേഹത്താണ് കൊണ്ടത്. കോണർ വേഗം അവളെ പുറത്തു കൊണ്ടുപോയി. അവരെ കണ്ടതും ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഓടി വന്നു. പെട്ടെന്ന് പോലീസുകാര് വേറൊരു റോബോട്ടിനെ അയച്ച് പവീനയെ കൊല്ലാൻ നോക്കി. എന്നാൽ ഗാരറ്റ് അതിനെ അവന്റെ ശക്തി വെച്ച് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അവിടെ ഡേവിസും എത്തി. എല്ലാ പോലീസുകാരോടും മടങ്ങി നിൽക്കാൻ അയാൾ ഓർഡർ ചെയ്തു. പവീന ഒരു കൈ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ ക്യാമറയിലും മറ്റേ കൈ ഡ്രൈവിലും വെച്ചപ്പോൾ ആ ക്യാമറയിലൂടെ ഡ്രൈവിലുള്ള ദൃശ്യങ്ങളെല്ലാം ലോകം കണ്ടു. അങ്ങനെ കിങ്സ്റ്റൺ വെറും കള്ളനാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഉടനെ കിങ്സ്റ്റൺ വന്ന് പവീനയെ വെടിവെക്കാൻ നോക്കി. പക്ഷെ ഗാരറ്റ് അവന്റെ ശക്തി കൊണ്ട് ആ തോക്കിനെ കിങ്സ്റ്റന്റെ നേർക്ക് തിരിച്ച് അവനെ തന്നെ ഗൺ പോയിന്റിൽ നിർത്തി. ആ തക്കത്തിൽ ഡേവിസ് വന്ന് കിങ്സ്റ്റനെ അറസ്റ്റ് ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഗാരറ്റ് ഇപ്പോൾ ജയിലിലാണ്. കിങ്സ്റ്റനെയും അവന്റെ മുകളിലുള്ള അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ അവൻ സന്തോഷത്തോടെ കാണുകയാണ്. കോണർ നേരത്തെ പോലെ തൂപ്പുകാരന്റെ ജോലി ചെയ്യുകയാണ്. പവീന ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.